പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്കെല്ലാവർക്കും മദർ ഹോം ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഞാൻ ആശംസകൾ നേരുകയാണ്. ഈ വർഷം കരുണയുടെ വർഷത്തിൽ കാരുണ്യ പ്രവർത്തികൾ 14 നമ്മുടെ ചിന്തകൾക്കും പ്രാർത്ഥനകൾക്കും വിഷയമായി മാറേണ്ടതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പായിലൂടെ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ഈ 14 വിഷയങ്ങളെക്കുറിച്ചും ആഴത്തിൽ അവബോധമുണ്ടാകണമെന്നും ഈ അവബോധം നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കണമെന്നും ദൈവാത്മാവിലൂടെ അദ്ദേഹം നമ്മോട് നിർദ്ദേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ജീവിതത്തിൽ നേടിയെടുക്കേണ്ട മാനുഷിക നന്മകൾ, ദൈവികമായ പുണ്യങ്ങളാണ് ഈ ഓരോ രഹസ്യങ്ങളും നമ്മളിലേക്ക് പറഞ്ഞു തരുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് പ്രത്യേകമായും അവശരെയും തടവുകാരെയും ദുർബലരെയൊക്കെ സന്ദർശിക്കുന്ന ഔചിത്യത്തെക്കുറിച്ചും ദൈവികമായ നന്മയെക്കുറിച്ചുമാണ്. നമുക്കറിയാം, ബൈബിള് ഒരു സന്ദർശനത്തിൻ്റെ ആകെ ചിത്രത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. ദൈവം മനുഷ്യനെ സന്ദർശിച്ചതാണ് മനുഷ്യാവതാരം. യേശു ക്രിസ്തു തൻ്റെ ജീവിത കാലഘട്ടം മുഴുവൻ എപ്പോഴും ഒരുപാട് പേരെ സന്ദർശിച്ചു. ആ സന്ദർശനങ്ങളൊക്കെ അവരുടെ ഭവനങ്ങളിലേക്ക് ചെന്നതൊക്കെ അവർക്ക് അനുഗ്രഹമായും ജീവിതത്തിലെ മാറ്റമായി മാറി. നമുക്കറിയാം, പത്രോസിൻ്റെ അമ്മായിമ്മയെ ഈശോ സന്ദർശിക്കും. രോഗമായി പനി പിടിച്ചു കിടന്നിരുന്ന ആ സ്ത്രീയെ സന്ദർശിക്കുമ്പോൾ അവൾ സൗഖ്യത്തിലേക്ക് കടന്നു വരികയത്. ശതാധിപൻ്റെ വൃത്തിനെ സുഖപ്പെടുത്താൻ വേണ്ടി സന്ദർശിക്കുമ്പോൾ അവൻ സൗഖ്യം പ്രാപിക്കുന്നു. ശതാധിപൻ്റെ ബാലികയെ ഈശോ സന്ദർശിക്കുമ്പോൾ അവളുടെ കൈ പിടിച്ച് അവളെ എഴുന്നേൽപ്പിക്കുകയാണ്. അവൾ സൗഖ്യത്തിലേക്ക് എത്താം. അതായത് ആ സന്ദർശനം തന്നെ അവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു ഉണർവും പുതിയൊരു പ്രകാശം വരുത്തിയ. ഏതൊരു സന്ദർശനവും വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു ഉണർവിൻ്റെ അഭിഷേകമാണ്. പ്രത്യേകിച്ച് മനസ്സ് തളർന്നവർക്കും വേദനിച്ചിരിക്കുന്നവർക്കും ആരെങ്കിലുമൊക്കെ തന്നെ കേൾക്കാനും കാണാനും ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു പോസിറ്റീവ് എനർജി, ഒരു ശക്തിദായകമായ ഉണർവിലേക്ക് എത്തിക്കും. യേശു തൻ്റെ പ്രവർത്തന മേഖലകളിലൊക്കെ ഈ ഒരു സർഗാത്മകമായ ശക്തി, ഈ ഉണർവിൻ്റെ അഭിഷേകം എല്ലാ വ്യക്തികളിലേക്കും സന്നിവേശിപ്പിക്കാൻ നമുക്കറിയാം. ഷോക്കടിക്കുന്നത് പോലെയാണ് ജീവിതത്തെ ഉണർത്താൻ സാധിച്ചു. ഞാൻ ഓർക്കും, ലൂക്കാസ് വിശേഷത്തിൻ്റെ 19-ാമത്തെ അധ്യായം. അവിടെ സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് യേശു സന്ദർശിക്കുക. സക്കേവൂസ് യേശുവിനെ കാണാൻ വേണ്ടി ഒരു മരത്തിന് മുകളിൽ കയറിയിരുന്നവനാണ്. സക്കേവൂസിന് ഒറ്റ മോഹമേ ഉള്ളൂ, യേശു വരുമ്പം ഒന്ന് കാണണം. അതിനു വേണ്ടിയിട്ട് ആൾക്കൂട്ടത്തിൽ നിന്നാൽ പറ്റുകയില്ല.
കാരണം ആൾക്കൂട്ടത്തിൽ അവന് പേടിയുണ്ട്. താൻ അന്യായമായി പണം വാങ്ങിച്ചവരും അന്യായമായി പീഡിപ്പിച്ചവരും ആൾക്കൂട്ടത്തിൽ വെച്ച് തന്നെ ആക്രമിച്ചെങ്കിലും, പക്ഷെ യേശുവിനെ കാണാനുള്ള മോഹം കൊണ്ട് ഈ മരത്തേൽ കയറിയിരുന്ന സക്കേവൂസ് ആ മരത്തിന് ചുവട്ടി വന്നിട്ട് ഈശോ പറയുന്നത് എന്താ? സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, എനിക്കിന്ന് നിന്റെ വീട്ടിൽ വരേണ്ടിയിരിക്കുന്നു. സക്കേവൂസ് ഞെട്ടിപ്പോയി. ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചവൻ്റെ കൂടെ ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാമെന്ന കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത്. ഞാൻ നിന്റെ കൂടെ വസിക്കാം, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കാം, നിന്നോട് സംസാരിക്കാം, നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം. സക്കേവൂസിന്റെ ജീവിതത്തിന് വലിയൊരു സന്തോഷമായി. സക്കേവൂസ് ഓടിച്ചെന്നും സക്കേവൂസ് വിരുന്നൊരുക്കുന്നു. യേശു അവൻ്റെ വീട്ടിൽ സന്ദർശിക്കുന്നു. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് സക്കേവൂസ് ഇനി എനിക്ക് സ്വത്ത് വേണ്ട, ആരുടെയെങ്കിലും തുക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി കൊടുക്കാം എന്നൊക്കെ പറയുന്നത്? കാരണം സക്കേവൂസിന്റെ മനസ്സ് നിറഞ്ഞ് സന്തോഷമായി. എന്തിനു വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്? പണം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാ? മനസ്സിലൊരു സുഖം കിട്ടാൻ വേണ്ടിയല്ലേ? ആ സുഖം മുഴുവൻ സക്കേവൂസിന് കിട്ടി യേശുവിനെ കണ്ടപ്പോൾ, യേശു വന്നപ്പോൾ. അതായത് സക്കേവൂസിന്റെ വീട്ടിൽ ആരും ചെല്ലാറില്ല. കാരണം ആൾക്കാർക്കൊക്കെ സക്കേവൂസിനോട് നീരസമാണ്. പലരും ചെന്നാൽ തന്നെയും അത് പൈസയുടെ കണക്ക് പറയാണ് ചെല്ലുന്നത്. സ്നേഹത്തിന്റെ ദൂതിയെല്ലാം വേണ്ടി ആരും ചെല്ലാറില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു പരാതിയും പറയാതെയും ഒരു കണക്ക് പറയാതെയും യേശു ചെല്ലുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ സക്കേവൂസിന്റെ ജീവിതത്തിൽ സംതൃപ്തി അങ്ങ് പതഞ്ഞു പൊങ്ങുക. യേശുവിന്റെ സന്ദർശനം കൊണ്ട് തന്നെ ജീവിതത്തിൽ തൃപ്തി വന്നപ്പോൾ സക്കേവൂസ് ചോദിച്ചു, ഇനി എനിക്ക് എന്തിനാ പണം, ഇനി എനിക്ക് എന്തിനാ സ്വത്ത്, എന്തിനാ കള്ളത്തരം കാണിച്ച് നേടിയെടുത്ത പണം, ഇതൊന്നും എനിക്ക് വേണ്ട, എല്ലാം ഞാനങ്ങ് കൊടുത്തേക്കാം. അതായത് യേശു തന്നെ സന്ദർശിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് സക്കേവൂസിന്റെ സ്വത്തായി മാറുന്നത്. ആ സന്ദർശനം അവൻ്റെ ജീവിതത്തിൻ്റെ സകലമായ മൂല്യബോധങ്ങളെ തകിടം പറിച്ചു. കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ തെറ്റായ വഴികളെയും തെറ്റായ രീതികളെയൊക്കെ ഉപേക്ഷിക്കുവാൻ സക്കേവൂസിന് ഒരു ഷോക്ക് അടിക്കുന്ന അനുഭവം പോലെ ഇപ്പോൾ കൈവന്നിരിക്കുക. അതായത് ഈ സന്ദർശനം, യേശുവിൻ്റെ സന്ദർശനം സക്കേവൂസിനെ പുതിയ മനുഷ്യനാക്കി മാറ്റി. പ്രിയപ്പെട്ട, ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കും, തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ അവഗണിക്കുന്ന, ഒരാളും അംഗീകരിക്കാത്ത സക്കേവൂസിനെ യേശു സന്ദർശിക്കുക. സക്കേവൂസിനോട് വർത്താനം പറഞ്ഞ് ഹലോ പറഞ്ഞ് പോയാൽ മതി. പക്ഷെ സക്കേവൂസിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ യേശു സക്കേവൂസിന്റെ ഹൃദയത്തിലേക്ക് കയറി ചെല്ലുന്നത്. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും അനാവശ്യമായി വിമർശിക്കപ്പെടുകയും ആരും അംഗീകരിക്കാത്ത നിമിഷങ്ങളിൽ പെട്ടുപോയേക്കാം. ആരും കേൾക്കുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല, ആരും അംഗീകരിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യത്തിൽ പെട്ടുപോകുമ്പോൾ തീർച്ചയായും ഒരു ശക്തനായ വ്യക്തി നമ്മളെ കാണാൻ വരുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു ബലമാണ്, നമുക്കൊരു ആശ്വാസമാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരു വസന്തത്തെ എത്തിച്ചു തരും. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ചേട്ടൻ ഏതാ? ഇതിനു മുമ്പ് ഇവിടെയും കണ്ടിട്ടില്ലല്ലോ. എൻ്റെ പേര് ജോൺ, വീട് കോട്ടയത്താ. ഞാനൊരു അധ്യാപകനാണ്. എന്താ ഇവിടെ? സ്ഥലമാറ്റം കിട്ടിയതാ. ഇപ്പോൾ ഇവിടെ അടുത്തൊരു സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. മാതൃകാ അധ്യാപകനുള്ള അവാർഡ് മേടിച്ചിട്ടുള്ളവനാണ് ഞാൻ. പക്ഷേ എൻ്റെ സ്കൂളിൽ നിന്ന് പോലും എനിക്ക് പോരേണ്ടി വന്നു. എന്തുണ്ടായി? സ്കൂളിലെ PTA ഫണ്ടിൽ നിന്ന് ഞാൻ പൈസ എടുത്തെന്ന് പറഞ്ഞ് അവരെല്ലാരും കൂടെ എന്നെ, അച്ഛനറിയോ, ഒരു പൈസ ഞാൻ എടുത്തിട്ടില്ല. സ്കൂളിന് വേണ്ടി രാപ്പകലെല്ലാം അധ്വാനിച്ചവനാ ഞാൻ. സാരമില്ല സാറേ, തെറ്റിദ്ധരിക്കപ്പെടുന്ന ജീവിതങ്ങളാ ഇന്ന് കൂടുതലും. എല്ലാരും കൂടെ എന്നെ കള്ളനാക്കിയപ്പോ എന്റെ കുട്ടികളുടെ മുന്നിൽ. സാറേ, സത്യം അധികകാലം മൂടിവെക്കാൻ ആർക്കും കഴിയില്ല. ഒരു നാൾ മറ നീക്കി അത് പുറത്തു വരിക തന്നെ ചെയ്യും. സാർ വന്നേ, ഞാൻ പറയട്ടെ. എൻ്റെ ഒരു സഹവൈദികനുണ്ട്.
ഫാദർ ആന്റണി വടക്കേടത്ത്. നല്ലൊരു വൈദികനായിരുന്നു. പള്ളി പണിയുന്നതിൽ ഒത്തിരി മിടുക്കനായിരുന്നു. പുതിയ ഇടവകയിൽ പള്ളി പണിയാൻ ആരംഭിച്ചു. കിട്ടുന്ന സമയങ്ങളിലെല്ലാം അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒത്തിരി ആളുകളിൽ നിന്ന് അച്ഛൻ നടന്നു പിരിച്ചു. നാട്ടുകാർക്കും ഇടവക്കാർക്കും പ്രിയപ്പെട്ട വൈദികനായിരുന്നു. മറ്റന്നാ വെഞ്ചിരിപ്പ്. ഒത്തിരി സന്തോഷമുണ്ട് അച്ഛാ. ഈ ഇടവക്കാരുടെ എത്ര നാളത്തെ കാത്തിരിപ്പാ പൂവണിയുന്നത്. അച്ഛനുള്ളതുകൊണ്ടാ അച്ഛാ ഈ പള്ളിപ്പണി ഇത്രയും വേഗം അവസാനിച്ചത്. ഇതൊന്നും എന്റെ കഴിവല്ല, ദൈവം തീരുമാനിക്കുന്നതാ. 1 രൂപ പോലും കടമില്ലാതെ പള്ളിപ്പണി തീർന്നു. അച്ഛനെ എന്നും ഞങ്ങൾ നന്ദിയോടെ ഓർക്കും. നന്ദിയൊക്കെ സർവശക്തനായ ദൈവത്തിന് കൊടുക്ക്. വേഗം വാ, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പള്ളിപ്പണി കഴിഞ്ഞു. വെഞ്ചിരിപ്പെല്ലാം മനോഹരമായി. കണക്ക് അവതരിപ്പിച്ചപ്പോൾ കുറച്ച് പൈസയുടെ കുറവ് പാവം അച്ഛൻ്റെ മേൽ അത് ആരോപിക്കപ്പെട്ടു. കൂടെ നിന്നവരെല്ലാം അച്ഛനെ പഴിച്ചു. ആ പാവം ഒത്തിരി കരഞ്ഞു. 1 രൂപ പോലും അച്ഛൻ എടുത്തിട്ടില്ലായിരുന്നു. അച്ഛാ, വളരെ മോശമായി പോയി. എന്റെ കയ്യിൽ കിട്ടിയ പൈസയെല്ലാം ഞാൻ സാബുചേട്ടന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അച്ഛൻ എന്റെ മേൽ കുറ്റം ചുമത്തി രക്ഷപ്പെടാൻ നോക്കുക അല്ലേ? സാബുചേട്ടൻ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ. അതെങ്ങനെയാ? അച്ഛൻ പൈസ മാറ്റിയത് എനിക്കറിയില്ലായിരുന്നല്ലോ. ഞാൻ എടുത്തിട്ടില്ല. കണക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്? കണക്കിലൊരു കുഴപ്പമില്ല അച്ചു. എന്തായാലും വല്ലാത്ത നാറ്റക്കേസായി പോയി. ഇപ്പൊ ഈ ഇടവകക്കാർക്കൊക്കെ അച്ഛനോട് വെറുപ്പാ. 1 രൂപ പോലും കടമില്ലാതെ പള്ളിപ്പണി തീർന്നു. അച്ഛനെ എന്നും ഞങ്ങൾ നന്ദിയോടെ ഓർക്കും. ഞാൻ പോവുക. കുറെ കാലം കഴിഞ്ഞപ്പോ സത്യമെല്ലാം തെളിഞ്ഞു. സാബുചേട്ടാ. അച്ഛോ. അച്ഛൻ ഞാൻ പോവാണേ. എന്തായാലും നാളെ തുടങ്ങാം. ശരി. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അതൊന്നും സാരല്ലെന്നേ, ഞാൻ അതെല്ലാം അന്നേ മറന്നതാ. കണക്കിലൊരു മിസ്റ്റേക്ക് വന്നാച്ചോ. പെയിന്റ് കടയിൽ 25,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അത് കണക്കിലെഴുതാൻ മറന്നുപോയി. അച്ഛാ, തെറ്റ് പറ്റിപ്പോയി. അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഭാര്യയുടെ മക്കളോടും അന്വേഷണം പറയണം. പറയാം. അച്ഛന് സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. അച്ഛനെന്താ എവിടെ? ഇപ്പോഴത്തെ പള്ളിയിൽ മാതാവിന്റെ ഒരു ഗ്രോട്ട പണിയുന്നുണ്ട്. 1-2 പേരെ കാണാനുണ്ട്. എന്നാ ഞാൻ പോവാണ്. ഓ ശരി. അതാ സാറേ ഞാൻ പറഞ്ഞു, സത്യം ഒത്തിരി കാലമൊന്നും മൂടിവെക്കാൻ ആർക്കും കഴിയില്ല. സാറിന്റെ നിരപരാധിത്വവും ഒരിക്കൽ തെളിയും. പഴയ പോലെ സാറിനെ എല്ലാവരും സ്നേഹിക്കും. സത്യത്തിന്റെ കൂടെയാ ദൈവം ഉണ്ടാവുക. കള്ളം താൽക്കാലിക നേട്ടം മാത്രമേ തരികയുള്ളൂ. എന്റെ മനസ്സിന് ഒത്തിരി സമാധാനം കിട്ടി അച്ഛാ. അച്ഛന്റെ പേരെന്നാ ഞാനത് ചോദിക്കാൻ മറന്നുപോയി. ഫാദർ തോമസ് പാമ്പയ്ക്കൽ. ഒരു കാര്യം ശരിയാണ് അച്ഛാ, സങ്കടപ്പെടുന്നവരുടെ അടുത്തേക്ക് കർത്താവ് തന്റെ മാലാഖമാരെ അയക്കുമെന്ന് പറയുന്നത് എനിക്കിപ്പോ ബോധ്യമായി. എന്റെ ദൈവം അറിയാതെയും അനുവദിക്കാതെയും എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. പിന്നെ എന്തിനാ നമുക്ക് ടെൻഷൻ? ഒന്നും പേടിക്കണ്ട. കർത്താവ് കൂടെയുണ്ട്. അവിടുന്ന് എല്ലാം നോക്കിക്കൊള്ളും. അച്ഛനോട് സംസാരിക്കാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ്. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇപ്പോഴെന്റെ മനസ്സിന് ഒരുപാട് ആശ്വാസം തോന്നുന്നുണ്ട് അച്ഛാ. സങ്കടപ്പെടുന്ന മക്കൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്നത് ഒരു വൈദികന്റെ കടമയാണ്. അച്ഛൻ്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ
എന്റെ അവസ്ഥ. എല്ലാം ദൈവഹിതമാണ്. വേദനിക്കുന്നവർക്ക് ആശ്വാസമാകാൻ, സങ്കടപ്പെടുന്നവർക്ക് പ്രത്യാശയാകാൻ, അവശരെ സഹായിക്കാൻ, അവരെ സന്ദർശിക്കാൻ നമുക്കെല്ലാവർക്കും കടമയുണ്ട്. പ്രാർത്ഥനയ്ക്ക് സമയമായി. എന്നാൽ ഞാൻ അങ്ങോട്ട്. ശരി അച്ഛാ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിക്കുക, ഒരിക്കല് മനസ്സ് തളർന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു അധ്യാപകൻ ഏതോ തെറ്റിദ്ധാരണയിൽപ്പെട്ട് കേരളത്തിൻ്റെ മധ്യഭാഗത്തു നിന്ന് ഈ മലബാറിൻ്റെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് പണിഷ്മെൻ്റ് ട്രാൻസ്ഫർ പോലെ വന്ന ഒരു അധ്യാപകൻ, ചെയ്യാത്ത തെറ്റിന് അവഹേളിക്കപ്പെട്ടു വന്ന മനുഷ്യൻ, ഹെഡ് മാസ്റ്ററായി വന്നപ്പോഴും എല്ലാവരും നോക്കുന്നത് എന്തോ കൈക്കൂലി കേസിൽ കുടുങ്ങി വന്ന മനുഷ്യൻ. ഒരു പുച്ഛത്തോടെയും വെറുപ്പോടെയും അവഗണനയും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സ്കൂളിലെ ആൾക്കാരും അധ്യാപകരും ഒക്കെ നോക്കിയത്. പക്ഷേ അദ്ദേഹം ഒരു കള്ളനല്ലാഞ്ഞു, തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആളുകളുമായി ബന്ധപ്പെടാനും, ചിലപ്പോൾ ആളുകൾ കൂടുന്ന പ്രാർത്ഥനായോഗത്തിൽ പോകാനും, ആളുകൾ കൂടുന്ന ഏതെങ്കിലും പൊതുവേദി പ്രത്യക്ഷപ്പെടാനും ഒക്കെ വിഷമമായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഹൃദയത്തിൻ്റെ ഉള്ളിൽ വളരെയധികം കഴിവുള്ളവനും നല്ലവനുമായിരുന്നു. സ്ഥലത്തെ അച്ഛൻ ഒരിക്കൽ ഔചാരിതമായി കണ്ട് സംസാരിച്ചപ്പോഴാണ് ഇദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സംഘർഷം മനസ്സിലായത്. തെറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ അവഗണിക്കപ്പെടുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തതാണ്. പക്ഷേ ആ അച്ഛൻ പല പ്രാവശ്യം അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. പതുക്കെ ആ സാറിൻ്റെ മനസ്സിലേക്ക് ഒരു ശക്തി അങ്ങനെ ഒഴുകാൻ തുടങ്ങി. അതായത് ഞാൻ ഓർക്കും, ആ അച്ഛൻ അദ്ദേഹത്തെ കാണാൻ തയ്യാറായതും കേൾക്കാൻ തയ്യാറായതും അദ്ദേഹത്തെ കൊണ്ടു നടന്നതുമാണ് ഒരു പുതിയ ഉണർവിലേക്ക് എത്തിച്ചത്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ചില ആളുകളെ നിങ്ങൾ കാണും, എവിടെയോ വെച്ചേറ്റ മുറിവുകൾ കൊണ്ട് പുറത്തിറങ്ങാൻ മടിക്കുന്നവരും, എവിടെയോ വെച്ചുണ്ടായ ദുരന്തങ്ങൾ കാരണം ആരോടും മിണ്ടാൻ മടിക്കുന്നവരും, ജീവിതത്തിൽ എവിടെയോ ഉണ്ടായ ദുരന്തങ്ങൾ കാരണം ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നവരും. പ്രിയപ്പെട്ടവരെ, അവരുടെ പക്കലേക്ക് നമ്മുടെ കണ്ണും കാതും എത്തണം. അവർക്ക് കുറേ പറയാനുണ്ട്, നമ്മൾ അവരെ കേൾക്കണം. അവർക്ക് കുറേ വിഷമം പറയാനുണ്ട്, നമ്മൾ വെറുതെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അത് തീർച്ചയായും അവരുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ ശക്തി കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഒരു നാള് ഞാനൊരു ഇടവക പള്ളിയിൽ തിരുനാൾ പ്രസംഗത്തിന് പോവുകയായിരുന്നു. പോകും വേളയിൽ ഞാൻ ചിന്തിച്ചു, ഞങ്ങളുടെ ഒരു കൊച്ചു പള്ളിയുടെ മുറ്റത്തോടെയാണ് ഞാൻ വണ്ടി ഓടിച്ചു പോവുക. തൊട്ടടുത്ത് പള്ളിയിൽ ചെല്ലുമ്പോൾ പ്രസംഗത്തിന് നേരമാകും, ഒന്ന് മുഖം കഴുകാനോ നേരം കിട്ടിയാലും. എന്നാൽ ഈ പള്ളിയിലൊന്ന് കയറിയേക്കാം എന്ന് വെച്ച് ഞാൻ ആ പള്ളി കയറി. എന്നേക്കാൾ ഒത്തിരി കൊച്ചായ ഒരു കൊച്ചച്ഛൻ, അദ്ദേഹം ആദ്യമായി ഒരു ഗ്രാമത്തിലെ കുഞ്ഞു പള്ളിയിൽ വികാരിയായിരിക്കാം. ഞാൻ ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ അദ്ദേഹം മുറിക്കുള്ളിൽ നിന്ന് ഇറങ്ങി വന്നു. വാതിലൊക്കെ അടച്ച് മുറിക്കുള്ളിലിരിക്കുക. ഇറങ്ങി വന്നപ്പോഴേ എന്നെ കണ്ടപ്പോഴേ ചോദിച്ചു, എന്താ അച്ഛാ വന്നത്? ഞാൻ പറഞ്ഞ, മോനെ, ഞാനിവിടെ പള്ളി പ്രധാന പ്രസംഗത്തിന് പോവുക, അപ്പോഴൊന്നിനെ കണ്ടേക്കാന്ന് വെച്ചു കയറി. ഈ കൊച്ചച്ഛന് അത്ഭുതത്തോടെ എന്നെ നോക്കി എന്ന് രംഗം ഓർക്കും. അദ്ദേഹം പറഞ്ഞു വെച്ചു, അച്ഛാ, എന്നെ കാണാൻ വേണ്ടി ഒരു 6 മാസത്തിനകം ആദ്യമായി വരുന്ന അച്ഛനാ അങ്ങന്ന്. ആരും ഇവിടെ വന്നിട്ടില്ല. എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ സുഖമായിട്ടാണ് ജീവിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ഓരോ അധികാരികളും ആരും അന്വേഷിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, എന്തെങ്കിലും കുറ്റമോ തെറ്റോ പരാതി ഉണ്ടെങ്കിൽ എത്ര ആളുകൾ ഓടിക്കൂടി എന്നെ ക്രൂശിക്കാൻ വന്നേനെ. മറിച്ച് ഇവിടെ ഞാൻ ഈ കുഗ്രാമത്തിൽ എനിക്ക് ഭക്ഷണമുണ്ടോ, എനിക്ക് രോഗമുണ്ടോ, ഞാൻ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം, ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കാം എന്നൊന്നും ആരും ചിന്തിക്കാറില്ല. അച്ഛൻ ഇത്രയും സീനിയറായിട്ടും ഇത്രയും പ്രധാനപ്പെട്ട സ്ഥാനത്തായിരുന്നിട്ടും എന്നെ കാണാൻ വേണ്ടി കയറി വന്നല്ലോ അച്ഛാ, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞ് ആ കൊച്ചച്ഛൻ എൻ്റെ മുമ്പിൽ നിന്ന രംഗം ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പുണ്യത്തിന് വേണ്ടി പോയതല്ല, ഔചാരിതമായി കയറിയതാണെങ്കിലും ആ സന്ദർശനം ആ യുവ വൈദികൻ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവ് കൊടുത്തു. മുറിക്കകത്ത് കയറി ടിവിയും കണ്ട് ഒതുങ്ങിയിരിക്കുന്ന അച്ഛൻ ജീവിതത്തിൽ കുറേ ആളുകളെ കുറേ കൂടെ സ്നേഹിക്കാനും ഇടവകയെ സജീവമാകാൻ തുടങ്ങി. ഞാനും വേണ്ടപ്പെട്ടവനാണ്, എന്നെയും ശ്രദ്ധിക്കാൻ ആളുണ്ട്, എനിക്ക് പുറകിലും ജനമുണ്ട് എന്നൊരു വലിയ ഉണർവാണ് ആ കൊച്ചച്ഛനുണ്ടായത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സന്ദർശിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അപബോധം അവൻ ഒറ്റയ്ക്കല്ല എന്ന് ചിന്ത കൊടുക്കുകയാണ്.
നമുക്കറിയാം മദർ തെരേസയെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. മദർ തെരേസ അനാഥാലയങ്ങൾ നടത്തുകയും വ്യക്തികളെ സന്ദർശിക്കുകയും ആരോരുമില്ലാത്ത കൂട്ടുകയും ചെയ്തവരാണ്. അവരെന്താ വ്യക്തികൾക്ക് കൊടുത്തത്? നിങ്ങൾ ദുർബലരോ നിസ്സഹായരോ നീചരോ അല്ല, ഈ ലോകം ധരിക്കുന്ന പോലെ തള്ളിക്കളയേണ്ടവരല്ല, നിങ്ങൾ വിലപ്പെട്ടവരാണ്, നിങ്ങൾ യേശുവിൻ്റെ സാന്നിധ്യമാണ്, നിങ്ങൾ യേശു തന്നെയാണ്, നിങ്ങൾ വിലയുള്ളവരാണ് എന്നൊരു ചിന്ത കൊടുക്കും. ആ വിലയുള്ളവരാണെന്ന ചിന്തയാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് സംതൃപ്തി കൊടുക്കുന്നത്. എന്നെ നോക്കാൻ ആളുണ്ട്, എനിക്ക് വേണ്ടി വാദിക്കാൻ ആളുണ്ട്, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആളുണ്ട് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒത്തിരി ഉണർവ് നൽകും. നമ്മൾ ഒറ്റയ്ക്കല്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പേര് വിഷമിച്ചും പ്രയാസപ്പെട്ടും തളർന്നു നോക്കിയിരിക്കുന്നുണ്ട്. ആശുപത്രി കിടക്കെ മാത്രമല്ല, ജയിലുകളിൽ മാത്രമല്ല, ചിലപ്പോൾ വീടുകളിൽ തന്നെയായിരിക്കാം, ഏതെങ്കിലും പ്രത്യേക സാഹചര്യമായിരിക്കാം. അവരോടൊക്കെ നമ്മൾ പങ്കുവെക്കേണ്ടതാ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ചിലപ്പോൾ ഭർത്താവ് ആത്മഹത്യ ചെയ്തൊരു പാവപ്പെട്ട സ്ത്രീ ആയിരിക്കും. ഈ ഭർത്താവ് ആത്മഹത്യൻ്റെ ദുരന്തങ്ങൾ ഇനിയുള്ള കാലഘട്ടം കുഞ്ഞിനെയും തന്നെയും ബാധിക്കുമല്ലോ എന്നോർത്ത് ചിന്തിച്ചിരിക്കുന്ന അവളോട് പറയേണ്ടത്, നീ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ കൂടെയുണ്ട്. ഒരേ ഒരു ആശ്രയമായി ഭർത്താവ് അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന സ്ത്രീയോട് നമ്മൾ പറയുന്നത് എന്താ? നീ ഒറ്റയ്ക്കല്ല, ഞങ്ങളുണ്ട് കൂടെ. ജീവിതത്തിൽ യുവപ്രായത്തിൽ തന്നെ ഭാര്യ കടന്നു പോകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ കൊച്ചു കുഞ്ഞുങ്ങളുമായി നിൽക്കുന്ന ഭർത്താവിനോട് നമ്മൾ പറഞ്ഞു വെക്കുന്നത്, നീ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ ജീവിതത്തിലെ ദുരന്തങ്ങൾ സംഭവിക്കും. വാഹന അപകടങ്ങൾ, വെടിക്കെട്ട് അപകടങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ഇങ്ങനെയൊക്കെ എല്ലാം നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഉരുളുപൊട്ടൽ, ഇതൊക്കെ അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെന്താ പറയുന്നത്? നിങ്ങളാരും ഒറ്റയ്ക്കല്ല, ഞങ്ങളുണ്ട്, ഞങ്ങളാലാവുന്ന രീതിയിൽ സഹായിക്കാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദർശനത്തിൻ്റെ ശക്തി എല്ലാവരിലേക്കും പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ചിലപ്പോഴൊക്കെ നമ്മുടെ സന്ദർശനം അവർക്ക് നഷ്ടമോ വേദനയാക്കി മാറ്റരുത്, മറിച്ച് അവർക്കൊരു ഉണർവാകട്ടെ, അവർക്കൊരു ബലമാകട്ടെ, അവർക്കൊരു ധൈര്യമാകട്ടെ. ഈ വിധത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കണം. ചുങ്കക്കാരൻ സക്കേവൂസിനെ വിശുദ്ധനായ മനുഷ്യനാക്കി മാറ്റിയ യേശുവിൻ്റെ സന്ദർശനം പോലെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും അനേകര് അഭിഷേകം സ്വീകരിച്ച് ശക്തി ആർജിച്ച് ഉണർവുള്ളവരായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സന്ദർശനത്തിൻ്റെ ശ്രേഷ്ഠതയെ ഉൾക്കൊള്ളുവാൻ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ ദൈവമേ, സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു എന്ന് അവനെ ശക്തിപ്പെടുത്തിയ നിൻ്റെ സ്നേഹവും ദൂതും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറച്ചു തരണമേ. മറ്റുള്ളവരെ സന്ദർശിക്കുവാനും ആശ്വസിപ്പിക്കാനും ബലപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ശക്തി തരണമേ. നല്ല ദൈവമേ, എല്ലാ ജീവിതങ്ങൾക്കും ഉണർവും ഉയർച്ചയും കൊടുക്കാനായി ഞങ്ങളെ ഒരു ഉപകരണമാക്കി മാറണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിന്റെ സമീപത്തുള്ള മദർ ഹോമിലേക്ക് പ്രാർത്ഥനാ നിർഭരമായ സ്വാഗതം. എല്ലാ രണ്ടാം ശനിയാഴ്ചയും ഏകദിന ധ്യാനവും രോഗശാന്തി ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്.